ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോ പാലക്കാട് പോയതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. പാലക്കാട് പോകുമ്പോൾ എവിടേക്ക് പോകണം, എവിടെ എന്തൊക്കെ കാണണം, പിന്നെ നമുക്ക് എത്ര രൂപയാണ് ഒരു ദിവസം പാലക്കാട് പോയിട്ട് തിരിച്ചു വരാൻ എത്ര രൂപയാണ്, അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. പാലക്കാട് നമുക്ക് നോർത്തിൽ നിന്നാണ് ട്രെയിൻ ഉള്ളത്. നോർത്തിൽ നിന്ന് പാലക്കാട് വരെ വരാൻ വേണ്ടിയിട്ട് പെർ പേഴ്സൺ 65 റുപ്പീസാണ്, 65 രൂപയാണ് വരുന്നത്. അവിടെ പാലക്കാട് സ്റ്റേഷനിൽ നമ്മൾ വന്നിറങ്ങിയിട്ട് ചൂടോടെ ഒരു ചായ കുടിച്ചിട്ട് ഒരു ഓട്ടോയ്ക്കാണ് പാലക്കാട് ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ പോയത്. അവിടെ ചെന്നതിന് ശേഷം അവിടെ 10 മിനിറ്റ് ഇടവിട്ട് കൊല്ലങ്കോടിലേക്ക് ബസ് ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഒരു ബസ് നമ്മളവിടെ ചെന്ന സമയത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുമായിരുന്നു. നമ്മൾ അതിൽ തന്നെ അവിടെ കയറിയ ടൈമിൽ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടോ ഗൈസ്, അവിടെ ബസ് നിർത്തരുതെന്ന് പറഞ്ഞിട്ട് അവിടെയാണ് അവരുടെ സ്റ്റോപ്പ് വരുന്നത്. കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ തന്നെ ബസ്സിൽ അത്യാവശ്യം ആൾക്കാർ തിരക്കായി തുടങ്ങി. കാരണം ടിക്കറ്റ് എടുത്ത ഓൾമോസ്റ്റ് മിക്കവരും കൊല്ലങ്കോട് എന്നാണ് പറഞ്ഞത്. പോണ വഴിക്ക് ഒരുപാട് വ്യൂസ് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ബൈക്കിനോ 2 വീലറിനോ കാറിനൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്തി അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. ബസ്സിലായതുകൊണ്ടിട്ട് എന്തെങ്കിലും അത്യാവശ്യം കാണാനുണ്ട് കേട്ടോ. ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും ഒരു ഓട്ടോയ്ക്ക് ബാർഗെയിനിങ് ചെയ്തിട്ട് ഒരു ഓട്ടോയ്ക്ക് 800 രൂപയാണ്. നമ്മൾ ഒരു 6 സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട് ആ ഓട്ടോക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ലാത്ത റേറ്റ് ആയതുകൊണ്ട് ഞങ്ങളത് ഓക്കെ പറഞ്ഞു. മെൻഷൻ ചെയ്ത സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ പോയത്. കുടിലിടത്തിലേക്കാണ് ഫസ്റ്റ് പോയത്. ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടക്കുന്ന മെയിനായിട്ടുള്ളൊരു സ്ഥലമാണ്. കൊല്ലങ്കോടൊക്കെ വരുമ്പോൾ ഈ സ്ഥലത്ത് നിർബന്ധമായിട്ട് പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്തെ കുറേ ഐറ്റംസ് ഇല്ലേ, നമ്മളിപ്പോൾ എന്താ പറയുക, വള്ളം, കുടില്, റാന്തൽ, അതൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. ആർട്ടിഫിഷ്യലായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. പക്ഷെ അത് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ട്. നമുക്ക് കാണാൻ ഒരു ഷൂട്ടിനാണെങ്കിൽ അവിടെ ഒരു 250 രൂപ വരും ഒരു മണിക്കൂറത്തേക്ക്. പിന്നെ പെർ ഹെഡ് 60 രൂപയാണ് വരുന്നത്. ഞങ്ങൾ 1 മണിക്കൂർ എടുത്തില്ല. അത്യാവശ്യം ഷൂട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മളത് സ്റ്റോപ്പ് ചെയ്തു. അതുകൂടാതെ വെഡിങ്, പോസ്റ്റ് വെഡിങ് ഒക്കെ ആയിട്ട് ഒരുപാട് ഷൂട്ട് ഓൾറെഡി അവിടെ നടക്കുന്നുണ്ട്. ഒരു സൈഡ് ഫുള്ള് കൃഷിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അടുത്ത സ്ഥലത്ത് കൃഷി കൊയ്ത്ത് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ക്യാമറ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോസും വീഡിയോസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായി. അതെല്ലാം ഇതിലുള്ള വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നമ്മൾ എത്രയൊക്കെ വളർന്നു എന്ന് പറഞ്ഞാലും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഒരു മലയാളി ഉണരും. അതെ, എനിക്ക് അങ്ങനത്തെ ഒരു ഫീലാണ് അവിടെ വന്നപ്പോൾ കിട്ടിയത്. ശരിക്കും ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ മാർച്ച് മാസം ചൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം മാർച്ചിൽ അത്യാവശ്യം നല്ല ചൂടുള്ള ടൈമാണല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കൊല്ലങ്കോട് വരുമ്പോൾ തന്നെ നിങ്ങൾ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ എവിടെയെങ്കിലും പോയിട്ട് അത്യാവശ്യം ബാർഗെയിൻ ചെയ്യുവാണെങ്കിൽ നല്ലൊരു എമൗണ്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങളും കാണാൻ പറ്റും. നമ്മൾ പറയില്ലേ 800 രൂപയായിരുന്നു നമുക്ക് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനേക്ക് കൂടുതൽ നമ്മൾ ഓടിയ പോലെ നമുക്ക് തോന്നി. ഈ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിക്ക് റോഡും ഭയങ്കര മോശമായിരുന്നു. പിന്നെ ആ ചേട്ടൻ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. നമുക്ക് ഓരോ ഡീറ്റെയിലായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായി. ആ മൗണ്ടെയിൻ്റെ അപ്പുറത്താണ് നെല്ലിയാമ്പതി എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പോണ വഴിക്ക് കുറേ സ്ഥലങ്ങളിൽ കൃഷിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അടുത്തെന്താ കൃഷിക്കുള്ള തയ്യാറെടുപ്പിലാണ് അവിടെയൊക്കെ. നമ്മൾ നല്ല മഴക്കാലത്തൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവിടെയൊക്കെ അത് നൈസായിരിക്കും. വെള്ളച്ചാട്ടം ഈ ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റിയത്. വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം വറ്റി വരണ്ടു. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, മാർച്ച് നമ്മൾ ചൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ വീട് നമുക്ക് എല്ലാവർക്കും കണ്ട് നല്ല പരിചയമായിരിക്കും. റീൽസിൽ ആ വീട്ടിലെ അമ്മ നമുക്ക് കാണാൻ പറ്റി. പുള്ളിക്കാരുടെ ഫോട്ടോസൊക്കെ നമ്മളെടുത്തു. പുള്ളിക്കാർ തന്നെ പറഞ്ഞു ഒരുപാട് പേര് വരുന്നുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടെന്ന്. അവർക്ക് തന്നെ സന്തോഷം, അവരുടെ സ്ഥലം കാണാൻ നമ്മൾ വന്നില്ലോ എന്ന്. നമ്മൾ അടുത്ത സ്ഥലം പോയത് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഒരു അമ്പലമാണത്. ആ ഒരു ക്ഷേത്രത്തിൽ മൃഗബലി ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ വേറൊരു ഇൻഫർമേഷൻ. അവിടെ ഒരുപാട് ദൂരത്തു നിന്ന് ആൾക്കാർ വന്നിട്ട് അവിടെ തന്നെ കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് എല്ലാവരും പിരിയുന്നത്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് അത്ര തിരക്കില്ലായിരുന്നു. അപ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ ആയതുകൊണ്ട് ബ്ലോക്കൊന്നുമില്ല. കുറച്ച് കഴിയുവാണെങ്കിൽ ആ റോഡൊക്കെ നമുക്ക് ബ്ലോക്കാവും. കുറച്ച് മാങ്ങ വാങ്ങിയിട്ട് നേരെ പോയത് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലേക്കാണ്. പുള്ളിക്കാരനിപ്പോൾ അവിടുത്തെ വലിയൊരു സെലിബ്രിറ്റിയാണ് കേട്ടോ. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോസൊക്കെ ഉണ്ട്. ഒരുപാട് പേരാണ് പുള്ളിക്കാരൻ്റെ കട അന്വേഷിച്ച് വരുന്നത്. പിന്നെ അങ്ങനത്തെ ഒരു ചായക്കടയിൽ നിന്നും ഇപ്പോൾ ഇല്ല ഒരിടത്തും. അപ്പോൾ ഭയങ്കര കൂളിംഗ് ആണ്. അത് പനയോല വെച്ചിട്ടാണ് ആ വീട് ശരിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കൂളിംഗ് നമുക്കവിടെ കിട്ടുന്നുണ്ട്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് നെല്ലറ എന്ന് പറയുന്ന സ്ഥലത്താണ്. നെൽകൃഷി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കൃഷിയെല്ലാം കഴിഞ്ഞിട്ട് നെല്ലൊക്കെ അവിടെ ശേഖരിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ നെല്ലറ എന്ന പേര് വന്നത്. അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ എന്താ പറയുക, കൃഷി കഴിഞ്ഞിട്ട് ട്രാക്ടർ വെച്ചിട്ട് ഇത് നെക്സ്റ്റ് വേറൊരു കൃഷിക്ക് വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് ഒരു 11 o'clock ഒക്കെ ഇപ്പോൾ ഇറങ്ങി, കാര്യം നല്ല വെയിലുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പോയത് പാലക്കാട് ചൂടറിയാലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരം അവിടെ നിന്നില്ല. ഒരു 11-12 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തിയത്. ചൂട് കാരണം നമുക്ക് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തതിന് ശേഷം പെട്ടെന്ന് പോന്നു. ഊണ് കഴിക്കാൻ വേണ്ടി നമ്മൾ അയ്യപ്പൻചേട്ടൻ്റെ കടയാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അയ്യപ്പൻചേട്ടൻ്റെ കടയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ഹൃദയം സിനിമയിലെ പ്രണവും കല്യാണിയും കൂടെ പോയി ബൺ പൊറോട്ട കഴിച്ച കടയെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് കത്തുമല്ലേ. ഓക്കെ, ആ കടയിലാണ് നമ്മൾ പോയത്. അവിടെ ബൺ പൊറോട്ടയും ബീഫൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ലൊരു ഊണ് കിട്ടി. നല്ല അസാധ്യ ടേസ്റ്റുള്ളൊരു ഊണായിരുന്നു. എല്ലാ ഫ്രൈസും അവിടെ അവൈലബിൾ ആണ്. ബീഫ്, ചിക്കനൊക്കെ എല്ലാത്തിനും 50 രൂപയാണ് അവിടെ റേറ്റ് വരുന്നത്, ഈവൻ ഊണിനാണെങ്കിൽ പോലും. പാലക്കാട് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് ഞാൻ എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് എഴുതി വെച്ച കാര്യമാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. ബെറ്റർ ലൊക്കേഷൻ എന്നാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുതലമട റെയിൽവേ സ്റ്റേഷനിൽ കയറാൻ വേണ്ടിയിട്ട് 10 രൂപയാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് വരുന്നത്. അത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും, പിന്നെ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല. ക്യാമറ യൂസ് ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ എമൗണ്ട് കൊടുക്കണം. നമ്മൾ ഫോണിൽ തന്നെയാണ് അതുകൊണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ട്രെയിൻ കൂടെ പാസ് ചെയ്തിരുന്നെങ്കിൽ ആ വിഷ്വൽ അങ്ങ് കംപ്ലീറ്റ് ആയേനെ, ആ ഒരു ഫ്രെയിം നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയേനെ. അതിനുശേഷം നമ്മൾ നേരെ പോയത് ബസ് സ്റ്റാൻഡിലേക്കാണ്. അവിടുന്ന് തൃശ്ശൂർ വന്നിട്ട് അവിടെ നിന്നാണ് എറണാകുളത്തേക്ക് വന്നത്. അപ്പോൾ നിങ്ങളും പാലക്കാട് വരിക, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ നമുക്ക് 1600 രൂപയാണ് പെർ പേഴ്സൺ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും വരിക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.